കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. താവക്കരയിൽ വീടുകളിൽ വെള്ളം കയറി 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചെറുപുഴ, തിരുവേനി, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞ് വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, കണ്ണൂരിലെ വിവരങ്ങൾ. അരുൺ. റിജിത്ത്, ഇന്ന് രാവിലെ മുതൽ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ നഗരപ്രദേശങ്ങളിൽ തന്നെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഈ കനത്ത മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇടവിട്ട സമയങ്ങളിൽ നേരിയ മഴ മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം പെയ്തത്. മലയോര മേഖലയിലും സമാനമായി തന്നെയാണ് മഴ പെയ്തത്. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള താവക്കര, അതോടൊപ്പം തന്നെ തളാപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി അവിടുന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. താവക്കരയിൽ മാത്രം 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചാലാട്, പൂഴാതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ വലിയ രീതിയിൽ മഴ പെയ്ത് അവിടുന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവിടെയെല്ലാം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ജില്ലയിൽ പൊതുവെ ഈ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും അവിടെയൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മഴ കുറഞ്ഞെങ്കിൽ പോലും അവിടുന്ന് ഈ പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതുകൊണ്ട് ആ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ്. അതോടൊപ്പം മലയോര മേഖലയിലും ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ചെറുപുഴ മേഖലയിലൊക്കെ ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട പുഴകളെല്ലാം കരകവിഞ്ഞ് അവിടെ വലിയ കൃഷിനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണ്, സജ്ജമാണ് എന്നതാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. നാളെ മഴയുടെ ശക്തി കുറയും എന്നതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. പക്ഷേ റെഡ് അലേർട്ടിൻ്റെ ജാഗ്രത തന്നെ തുടരണം എന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.